നമ്മൾ സർവകലാശാലയിലെ ഈ പ്രതിഷേധങ്ങൾ കാണുമ്പോൾ തന്നെ ഇന്ന് അവിടെ നടന്ന അസാധാരണമായ നിയമവിരുദ്ധമായ നടപടികളെക്കുറിച്ച് കൂടി സംസാരിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് എന്താണ്? മിനി കാപ്പൻ എന്ന് പറയുന്ന വ്യക്തിക്ക് രജിസ്ട്രാറുടെ ചുമതല നൽകുകയാണ് VC ആയ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. എന്തടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നീക്കം മോഹനൻ കുന്നുമ്മൽ നടത്തിയിരിക്കുന്നത്? കാരണം അവിടെ രജിസ്ട്രാറായി നിൽക്കുന്നത് ഡോക്ടർ KS അനിൽകുമാറാണ്. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയ നടപടി ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം നിലവിൽ ജോലിയിലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ഈ അനിൽകുമാറിന് പകരം മിനി കാപ്പൻ എന്ന് പറയുന്ന വ്യക്തിയെ രജിസ്ട്രാറായി നിയമിക്കാൻ കേരള സർവകലാശാല VCക്ക് പറ്റുക? അതൊരു വളരെ പ്രധാനപ്പെട്ട നിയമപരമായ ചോദ്യമായിരുന്നു. ആ ചോദ്യം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാലയിൽ എത്തുകയും അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി ചാർജ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടത്. VC ഒരു നിർദ്ദേശം സുരക്ഷാ ജീവനക്കാർക്ക് കൊടുത്തിരുന്നു. ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാലയിലേക്ക് വന്നാൽ അദ്ദേഹത്തെ തടയണമെന്ന്. എന്നാൽ ആ ഉത്തരവിന് പുല്ലുവിലയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയത്. അവർ അനിൽകുമാറിനെ തടഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ഇതേ വിഷയം ഇന്ന് ചാൻസലർ കൂടിയായ ഗവർണറുടെ മുൻപിൽ മാധ്യമങ്ങൾ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ചോദിച്ചു. അതിന് വ്യക്തമായ ഒരു മറുപടി നൽകാതെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന ഗവർണർ ചാൻസലർ ഒഴിഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സുലേഖ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സുലേഖ, ഗവർണറോട് നമ്മൾ ഈ സർവകലാശാല വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്തായിരുന്നു പ്രതികരിച്ചതിന്റെ ഒരു രീതി? മനു, എന്തായാലും സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതിന് പ്രതികരിക്കാത്ത ഒരു രീതിയിലേക്കാണ് ഗവർണറുടെ ഒരു പെരുമാറ്റം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ സർവകലാശാലകളിൽ നിരവധി വിഷയങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നതാണ് മാധ്യമപ്രവർത്തകർ ഗവർണറോട് ഈ ഒരു പരിപാടി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. പക്ഷെ അതിന് മറുപടിയായി ആ നടന്ന പരിപാടിയിൽ, അതായത് ആ ഹാളിനകത്തും ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ചോദ്യമാണ് തിരിച്ച് ഗവർണർ ഇത്തരത്തിൽ ചോദിച്ചത്. എന്തായാലും ഈ സർവകലാശാല വിഷയങ്ങളിൽ പ്രതികരിക്കാത്തൊരു നില തന്നെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം അടക്കം കേരള സർവകലാശാലയിലും കണ്ണൂരും MGയിലും അടക്കം നടന്നിരുന്നു. എന്നിട്ടും ചാൻസലർ കൂടിയായ ഗവർണർക്ക് ഇത്തരത്തിലൊരു മൗനം തന്നെയാണ്, അത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കാത്ത രീതി തന്നെയാണ് ഗവർണർ തുടർന്ന് വന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ കാണേണ്ടത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിലൊന്നും പ്രതികരിക്കാത്ത രീതിയിൽ ഇന്നത് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനപ്പുറത്ത് യുവജന സംഘടനകൾ കൂടി ഈ രംഗത്തേക്ക് DYFI, ASF പോലുള്ള യുവജന സംഘടനകൾ കൂടി ഈ സമര രംഗത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ പോലും മൗനം പാലിക്കുന്ന ഒരു സ്ഥിതിയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇത്തരത്തിൽ പ്രതികരിക്കാത്തൊരു നില തന്നെയാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. മനോ, ശരി, സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.